പ്രത്യേകിച്ച് CPI-യിൽ പൊട്ടിത്തെറിയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ഇന്നലെ ഫോണിൽ ബന്ധപ്പെട്ടു. കോൺഗ്രസിനകത്ത് അവർക്കെല്ലാം ആരെയും വിളിക്കല്ലോ. അത് നമ്മൾ CC3 രണ്ടാമതൊരു ടൈം കൊടുക്കാതിരുന്നത് എന്താ? അവർക്ക് പാർട്ടിക്ക് വിട്ടു തരിക. അല്ല, എന്നാലും അതൊരു യുക്തിസഹമായ ന്യായീകരണം പാർട്ടിക്ക് വിട്ടു തരിക. ഇനിയൊരു പുനർവിചിന്തനം ഉണ്ടാകുമോ? അതൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെ മൂന്നിനോട് സംസാരിച്ചോളാം. അത് നിങ്ങൾ മുഖേനല്ല. ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കാണ്. കാരണം ഈ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം അതിനെപ്പറ്റി ഞാൻ അജിത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിനെപ്പറ്റി പറയണ്ട. അതല്ല, പേയ്മെന്റ് സീറ്റ് ഒന്നും കമ്മ്യൂണിസ്റ്റ് പട്ടികത്തില്ല, ഉണ്ടാകുകയില്ല. അല്ല, ഈ പേയ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞ ആരോപണം നേരത്തെ CPI ഒന്ന് പിടിച്ചു വലിച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ പേയ്മെന്റ് സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാവുകയില്ല. പാർട്ടിയുടെ ബന്ധപ്പെട്ട സമിതികളൊക്കെ 4 വർഷങ്ങളെ പരിശോധിച്ച് എടുക്കേണ്ട തീരുമാനമാണിത്. ആ തീരുമാനം പൊതുവെ പാർട്ടിക്കകത്ത് സ്വീകാര്യമാണ്. ശരി. വലിയ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നാട്ടികയിൽ പേയ്മെന്റ് സീറ്റ് എന്ന വിവാദം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാട്ടികയിൽ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് പേയ്മെന്റ് സീറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇപ്പോൾ മുകുന്ദന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരോപണം ഉയർന്നിട്ടുള്ളത്. പക്ഷേ CPI അത് നിഷേധിക്കുകയാണ്. ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി മുകുന്ദനുമായി സംസാരിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം. നേരത്തെ ന്യൂസ് ടെൻസ് ഇടയ്ക്ക് ചർച്ച ചെയ്ത വാർത്തയുടെ തുടർച്ച തന്നെയായിട്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വരുന്നത്. പക്ഷേ ബിനോയ് വിശ്വം പറയുന്നത് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് മാധ്യമപ്രവർത്തകർ സംസാരിക്കേണ്ടതില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞതെങ്കിലും മാധ്യമപ്രവർത്തകർ അല്ല. നേരത്തെ നമുക്കറിയാം ഇത് പേയ്മെന്റ് സീറ്റാണ് എന്ന വാദം ഉന്നയിച്ചത് നാട്ടികയിലെ MLA തന്നെയാണ്. CPI-യുടെ നേതാവായിട്ടുള്ള മുകുന്ദൻ തന്നെയാണ് ഉന്നയിച്ചത്. അതിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. അവിടെയാണ് അദ്ദേഹം ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വന്നത്. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനിത, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു ഈ മുകുന്ദന്റെ ആരോപണം. അതിന് മറുപടി എന്ന നിലയിലേക്ക് ബിനോയ് വിശ്വം പറയുന്നത് ഇതൊരു പേയ്മെന്റ് സീറ്റ് അല്ല. അങ്ങനെ ഒരു പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം ഉയർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. പാർട്ടിക്ക് ഒരിക്കലും പേയ്മെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അടക്കം CPI-യുടെ സ്ഥാനാർത്ഥി നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോൾ ഇത് ഏതാണ് ഈ സ്ഥാനാർത്ഥി എന്ന് അറിയില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പേയ്മെന്റ് സീറ്റ് വിവാദം ആ ഘട്ടത്തിലുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണിപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി CC മുകുന്ദൻ MLA രംഗത്ത് വരികയും ചെയ്തത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നും പാർട്ടി അത് പരിഹരിക്കുമെന്നും. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് ഡാൻ? അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത്തരത്തിൽ പൊട്ടലും ചീറ്റിലുമുണ്ട്, നാട്ടികയിൽ പൊട്ടലും ചീറ്റിലുമുണ്ട് എന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. പേയ്മെന്റ് സീറ്റ് എന്നത് CPI-യിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അത്തരം ഒരു വാചകത്തിന് പോലും ഒരു പ്രസക്തിയുമില്ല. മുകുന്ദനുമായി സംസാരിക്കാൻ മാധ്യമങ്ങളല്ല ഒരു ഇടനിലക്കാർ. അതിനപ്പുറത്തേക്ക് മുകുന്ദനുമായി സംസാരിക്കാൻ പാർട്ടിയുടെ സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കും. തീരുമാനത്തിൽ ഒരു പുനർവിചിന്തനവുമില്ല. പക്ഷെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്ന തരത്തിലാണ് ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മുകുന്ദൻ ശത്രുപക്ഷത്ത് ചേർന്ന് ഇത്രയും നാൾ സ്നേഹിച്ച പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുകുന്ദന്റെ ഫോണിൽ ബന്ധപ്പെട്ടല്ലോ എന്ന ചോദ്യത്തോട് അദ്ദേഹം വളരെ കൗതുകകരമായ മറുപടിയാണ് പറഞ്ഞത്. ഫോണിൽ ആരെ വേണമെങ്കിലും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിന് വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതില്ല. മുകുന്ദൻ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കും എന്ന തരത്തിലാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പുനർവിചിന്തനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതാണ്, അതായത് തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി അറിയേണ്ടത് മുകുന്ദന്റെ രാഷ്ട്രീയ നീക്കം എന്ത് എന്ന് തന്നെയാണ്. അത് ആണ് നിർണായകമാകാൻ പോവുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.